കാക്കോ എന്താ ഉണ്ടാക്കാൻ പോണേ? നമ്മൾ ഉണ്ടാക്കാൻ പോണത് മീനച്ചാറാണ്. അതായത് നമ്മളെ സുഹൃത്തിൻ്റെ മരുമകൻ ഗൾഫിലുണ്ട്. അപ്പോൾ അത് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മീനച്ചാറ് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ്, മീൻ എടുത്തിട്ടുള്ളത് സ്രാവാണ്. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി. പിന്നെ പൊടി ഐറ്റംസ് ആവശ്യമായിട്ടുള്ളത് കാശ്മീരി പൗഡർ, അച്ചാർ പൗഡർ, കുരുമുളക് പൊടി, കായപ്പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി. പിന്നെ സുറുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ എണ്ണ, നല്ലെണ്ണയാണ് അച്ചാർ ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇത്രയും ഐറ്റംസാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുക്കലാണ്. വെളുത്തുള്ളി ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇഞ്ചി അതുപോലെ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ മീനിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കുകയാണ്. മീനിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, കായപ്പൊടി, കാശ്മീരി പൗഡർ, അതുപോലെ കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കുക, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അരമണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ മീനിലേക്ക് മസാലയൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഉലുവ ഇതുപോലെ വറുത്ത് നല്ലോണം പൊടിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇത് ഉണ്ടാക്കിയെടുക്കലാണ്. അതിനു വേണ്ടി നമ്മൾ ഈ ഒരു ഉരുളിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഉരുളി നല്ലോണം ചൂടായ ശേഷം അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ മീനെല്ലാം ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക. ഇപ്പോൾ ഇതാ മീനെല്ലാം ഏതാണ്ടൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കുക. ഇപ്പോൾ അതാ എല്ലാം നമ്മൾ കോരി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയി കിട്ടണം. മീനൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഇതുപോലെ ഉടയാതെ നല്ല രീതിയിൽ കിട്ടണം. ഇനിയിപ്പോൾ ഇതാ അച്ചാറിലേക്കുള്ള കൂട്ട് തയ്യാറാക്കിയെടുക്കലാണ്. ഈ ഒരു ഫ്രൈ ആക്കിയ എണ്ണയിൽ തന്നെയാണ് അച്ചാറിലേക്കുള്ള കൂട്ടും തയ്യാറാക്കിയെടുക്കുന്നത്. ആദ്യം കടുക് ഇട്ട് കൊടുത്തു. നല്ല രീതിയിൽ കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം എന്ത് ചെയ്യുക, അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല സ്മെല്ല് വരുന്നത് വരെ വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, അതിൻ്റെ ആ ഒരു നല്ല സ്മെല്ല് വരുന്നത് വരെ വാട്ടിയെടുക്കുക. ഇപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം പച്ചമണമൊക്കെ മാറി നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച ഉലുവൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കാശ്മീരി പൗഡർ, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, അതുപോലെ തന്നെ അച്ചാർ പൗഡർ ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലപ്പൊടികൾ ഇടുന്ന സമയത്ത്, അതുപോലെ ഈ പൊടികൾ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യാം, സിമ്മിലിട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ അത് അതിലേക്ക് കുറച്ച് വിനെഗർ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ച മീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.